ജ്ഞാനാ സമുദായത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് സഭാതലവനായ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പനയോടും ചിത്രത്തോടും ഒരു വിഭാഗം അനാദരവ് കാട്ടലിൽ സമുദായത്തിന് അതൃപ്തി. സമുദായത്തിന്റെ തലവനായ പാത്രിയാർക്കീസ് ബാവയോട് ഈ വിധത്തിലുള്ള അനാദരവ് കാട്ടലിൽ മറ്റ് ക്രൈസ്തവ സഭകളുടെ മുന്നിൽ സമുദായ മക്കൾക്ക് ലജ്ജിച്ച് തലകുനിക്കേണ്ടി വന്നു. ഇത് സമുദായ മക്കളിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1800 വർഷത്തോളം മലങ്കരയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ അന്ത്യോക്യ മലങ്കര ബന്ധത്തിന്റെ നേർസാക്ഷിയെ നിലനിന്നു വരുന്ന സമുദായമാണ് ജ്ഞാനായ സമുദായം. മലങ്കരയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ ത്യാഗം സഹിച്ച പൂർവികരുടെ പിൻതലമുറക്കാരാണ് ജ്ഞാനായ സമുദായ അംഗങ്ങൾ. ഈ നഗ്നമായ യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികമായി മാത്രം ഈ വിഷയത്തെ നേരിടാതെ സംയമനത്തോടും പ്രാർത്ഥനയോടും ഇപ്പോഴുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ ശ്രമിക്കണം. പൂർവികരെയും വരും തലമുറയും ഓർത്ത് അന്ത്യോക്യ സിംഹാസനവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. അതാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോളിത്തയും ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പത്രോസ്ലീഹായുടെ പിന്തുടർച്ചയായ അന്ത്യോക്യ സിംഹാസനത്തിന്റെ അതാതു കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യമോടെ വാഴുന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവമാർ യേശുക്രിസ്തുവിന്റെ ദൃശ്യസഭയ്ക്ക് ദൈവം നൽകിയ അധികാരികളും എല്ലാറ്റിനും മുകളിൽ ജ്ഞാനായ മക്കൾക്ക് അപ്പനുമാണ്. ഇന്ന് ജ്ഞാനായ സമുദായത്തെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് അബ്ദുൽ ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ അവരിൽ ഒട്ടും താഴെയല്ല. ജ്ഞാനായ സമുദായത്തിലെ ഓരോ മക്കളെയും ഹൃദയത്തിലാണ് ആ പരിശുദ്ധ പിതാവിന്റെ സ്ഥാനം. ചിലർ തലക്കീഴായി കെട്ടിയതും തലക്കീഴായി കത്തിച്ചതും അപ്പന്റെ ഛായാചിത്രമാണ്. ഒന്നോർക്കുക, കർത്താവിനെ തന്നെയാണ് അപമാനിച്ചത്. പിതാവ് ക്ഷമിക്കും. കാരണം മിശിഹായുടെ പ്രതിസന്ധിയാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ. കരുണയുടെയും സ്നേഹത്തിന്റെയും ഉറവിടമാണ് ജ്ഞാനായ മക്കളുടെ തലമുറ. പിതാക്കന്മാർ പഠിപ്പിച്ചു തന്ന സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അതാണ് ജ്ഞാനായ മക്കൾ.